മെഷീൻ ലേണിംഗ് ആയാലും ഡീപ്പ് ലേണിംഗ് ആയാലും വേരിയൻസ് ട്രേഡ് ഓഫ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ്. അതായത് ഇപ്പോൾ നമ്മളൊരു ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു മോഡൽ ആണെങ്കിലും അതിൽ കുറച്ച് പാരാമീറ്ററുകൾ ഉള്ളെങ്കിലും അതിൽ ഹൈ ബയസും ലോ വേരിയൻസ് ആയിരിക്കും ഉണ്ടാകുന്നത്. പക്ഷേ ഇതേ സമയം നമുക്കിപ്പോൾ ഹൈ ബയസിന് വരെ ലോ ബയസ് ആയിരുന്നെങ്കിൽ ഹൈ വേരിയൻസ് ആണ് ഉണ്ടാവുക. അപ്പോൾ നമുക്കിതിലൊരു എന്താ പറയുക, ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ഒരു സ്റ്റേജാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ എന്നാലേ നമുക്ക് ഈ ഓവർ ഫിറ്റിംഗ് അണ്ടർ ഫിറ്റിംഗ് ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ വേരിയൻസ് ട്രേഡ് ഓഫ് എന്ന് പറയുന്നത്. പക്ഷേ ഒരു റിയൽ ടൈം ഡേറ്റയിൽ ഇങ്ങനെ ബാലൻസ്ഡ് ആയിട്ടായിരിക്കില്ല ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ എന്താ പറയുക, ആൽഗോരിതത്തിൽ തന്നെ നമ്മൾ മാറ്റങ്ങൾ വരുത്തിയിട്ട് ഇതിൻ്റെ ഈ ബയസ് ഹൈ ബയസ് അതേപോലെ തന്നെ ഹൈ വേരിയബിൾ എന്നുള്ളത് ഒരു ബാലൻസ് ആയി കൊണ്ടുവരും. അതായത് ബാലൻസ് ആയിട്ട് കൊണ്ടുവരണം. അതായത് ആൽഗോരിതം ഒരേ സമയം എന്താ പറയുക, ഹൈ കോംപ്ലക്സ് അല്ലെങ്കിൽ ലെസ് കോംപ്ലക്സ് ആയിട്ട് വരില്ല. അല്ലെങ്കിൽ അത് ഹൈ കോംപ്ലക്സ് ആയിരിക്കും അല്ലെങ്കിൽ ലെസ് കോംപ്ലക്സ് ആയിരിക്കും. ബയസ് വേരിയൻസ് ഡെക്കോട്ടമി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു സിമ്പിൾ മോഡൽ, കോംപ്ലക്സ് മോഡൽ, ഐഡിയൽ മോഡൽ രണ്ടും വരുത്താം. സിമ്പിൾ മോഡൽ എപ്പോഴും ഹൈ ബയസ് ലോ വേരിയൻസ് ആയിരിക്കും. കോംപ്ലക്സ് മോഡൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ ബയസ് ഹൈ വേരിയൻസ്, ഐഡിയൽ മോഡൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ ബയസ് ലോ വേരിയൻസ്. അപ്പോൾ വേരിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്പ്രെഡാണ്, ഡാറ്റയുടെ സ്പ്രെഡാണ്. അപ്പോൾ ഒരു മോഡൽ ഹൈ വേരിയൻസ് ആണെങ്കിൽ അത് ഒരു ഡാറ്റയിൽ കൂടുതൽ അറ്റൻഷൻ കൊടുത്തിട്ട് കൊടുക്കും. അപ്പോൾ ഈ ട്രെയിനിങ് ഡാറ്റയിൽ ഈ ഹൈ വേരിയൻസ് ആകുമ്പോൾ ലോ ബയസ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രെയിനിങ് ഡേറ്റയിൽ നന്നായിട്ട് പെർഫോം ചെയ്യുമെങ്കിലും ടെസ്റ്റിംഗ് ഡേറ്റയിൽ ഒരുപാട് ഇറകളുണ്ടാവും. ഈ ബയസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എവറേജ് പ്രഡിക്ഷനാണ് നമ്മുടെ, അതായത് ഡിഫറൻസ് ബിറ്റ്വീൻ എവറേജ് പ്രഡിക്ഷനാണ് ഈ ബയസ് എന്ന് പറയുന്നത് നമ്മുടെ മോഡലിൽ. അത് നമ്മുടെ കറക്റ്റ് വാല്യൂയും നമ്മുടെ പ്രെഡിക്റ്റഡ് വാല്യൂയും തമ്മിലുള്ള വ്യത്യാസത്തിനാണ് കേട്ടോ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള മോഡലാണെങ്കിൽ ഹൈ ബയസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് ഒരുപാട് എററും ട്രെയിനിങ്ങിൽ ടെസ്റ്റിംഗ് ഡേറ്റയിൽ ഒരുപാട് എററുകളുണ്ടായിരിക്കും. ഇപ്പോൾ നമുക്കിതിൽ രണ്ട് തരം ഗ്രാഫുകളുണ്ട്. ഒന്ന് ലീനിയർ ഗ്രാഫും രണ്ടാമത്തെ നോൺ ലീനിയർ ഗ്രാഫ്. ലീനിയർ ഗ്രാഫ് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള, നോൺ ലീനിയർ എന്ന് വെച്ചാൽ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഈ ബയസ് കാണുന്നത് വേരിയൻസ് കാണാനുള്ള ഫോർമുലയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മളൊരു പർട്ടിക്കുലർ മോഡലിൻ്റെ ഈ മോഡലിൻ്റെ ട്രെയിനിങ് പീരീഡിൽ ഉണ്ടാകുന്ന ട്രെയിനിങ് പീരീഡിൽ അണ്ടർ ഫിറ്റിംഗ് ഓവർ ഫിറ്റിംഗ് കമ്പാരിസണാണ് ഇതിൽ കാണിക്കുന്നത്. ഈ നമുക്ക് നേരത്തെ സ്ലൈഡിൽ നമ്മൾ വേരിയൻസ് എന്താണെന്ന് പഠിച്ചു, വേരിയൻസ് എങ്ങനെയാണെന്ന് പഠിച്ചു, ബയസ് എന്താണെന്ന് പഠിച്ചു, ബയസിൻ്റെ കാണുന്ന പഠിച്ചു, ഫോർമുല പഠിച്ചു. അപ്പോൾ അത് കണ്ടിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൊരു ഗ്രാഫാണിത്. അതിൻ്റെ ഗ്രാഫിൽ നമുക്ക് ഫസ്റ്റത്തെ ഈ റെഡ് ലൈൻ എന്ന് പറയുന്നത് ബയസാണ്, ബ്ലൂ ലൈൻ എന്ന് പറയുന്നത് വേരിയൻസ് ആണ്. അപ്പോൾ നമുക്ക് ഈ അണ്ടർ ഫിറ്റിംഗ് ഓവർ ഫിറ്റിംഗ് നമ്മൾ എന്താണെന്ന് പഠിച്ചല്ലോ, ഹൈ ബയസ് ആയിരിക്കും, ലോ വേരിയൻസ് ആയിരിക്കും. അതിലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിനിങ് ഡേറ്റയിൽ നമ്മൾ നന്നായിട്ട് പറഞ്ഞു ചെയ്യും, പക്ഷേ ടെസ്റ്റിംഗ് ഡേറ്റയിൽ എറർ കൂടുന്നുണ്ട്. നേരെ തിരിച്ചായിരിക്കും ഇതിൽ. ഇപ്പോൾ ഗ്രാഫ് നോക്കാം, റൈറ്റ് സൈഡിൽ മുകളിൽ ടാബ് നോക്കാം. ഇപ്പോൾ ഇതൊരു സെൻറ്ററിലാണ് എന്താ പറയുക ഗുഡ് ഫിറ്റിംഗ് പറഞ്ഞിട്ടുള്ള സെക്ഷൻ. ആ ഗുഡ് ഫിറ്റിംഗ് നമ്മളിപ്പോൾ ആ ഗുഡ് ഫിറ്റിംഗ് എവിടെയാണ് ഏറ്റവും ഗുഡ് ഫിറ്റിംഗ്, ഈ നമ്മൾ ഓവർ ഫിറ്റിംഗ് ഗ്രാഫ് നമുക്ക് അണ്ടർ ഫിറ്റിംഗ് ഗ്രാഫ്. അപ്പോൾ നമുക്ക് ഇതിലുള്ള ഈ അണ്ടർ ഫിറ്റിംഗുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബയസായി ഈ വേരിയൻസ് ഭയങ്കര ഹൈ ആണ്. അപ്പോൾ അതാണ് അണ്ടർ ഫിറ്റിംഗുള്ള ഒരു പ്രശ്നം. ഓവർ ഫിറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേരിയൻസ് ഭയങ്കരമായിട്ട് കുറഞ്ഞിരുന്നുണ്ട്, പക്ഷേ ബയസ് ഭയങ്കരമായിട്ട് കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കറക്റ്റ് സ്വീറ്റ് സ്പോട്ട് കണ്ടുപിടിക്കുന്നത്. വേരിയൻസ് ട്രേഡ് ഓഫിൽ നമ്മൾ അതിൻ്റെ ഡാറ്റ നമ്മൾ ട്രെയിനിങ് ഡേറ്റ്, വാലിഡേഷൻ, അതുപോലെ ടെസ്റ്റിംഗ് ഡേറ്റ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നു. എന്നിട്ട് നമ്മളൊരു സാമ്പിൾ ന്യൂറൽ നെറ്റ്വർക്ക്സിൽ ഇപ്പോൾ 2 ഹിഡൻ ലെയേഴ്സ് ഉണ്ട്, 50 ന്യൂറോൺസ് ഉണ്ട് ഓരോ ലെയറിലും. എന്നിട്ട് നമ്മൾ ആക്ടിവേഷൻ ഫംഗ്ഷൻസ് യൂസ് ചെയ്യുന്നു. അതായത് ഇനീഷ്യലി നമ്മൾ വെയിറ്റ്സ് സ്പെസിഫൈ ചെയ്യുന്നു, റാൻഡമായിട്ട് നെറ്റ്വർക്ക് സെറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഈ ആക്ടിവേഷൻ ഫംഗ്ഷൻ തന്നെ റൈറ്റ് ഇനീഷ്യലൈസേഷൻ മെത്തേഡ് ഉണ്ട്, അതുപോലെ തന്നെ റൈറ്റ് ഓപ്റ്റിമൈസേഷൻ മെത്തേഡ് ഉണ്ട്. അപ്പോൾ എന്നിട്ട് നമ്മൾ ഇതിൽ നമ്മളിതിൻ്റെ ട്രെയിനിങ് ഡേറ്റയിൽ നമ്മുടെ വാലിഡേഷൻ എറർ ചെക്ക് ചെയ്യും. വാലിഡേഷൻ എറർ ചെക്ക് ചെയ്യുക ടെസ്റ്റിംഗ് ഡേറ്റയിലല്ല, ട്രെയിനിങ് ഡേറ്റയിൽ മാത്രം. അപ്പോൾ നമ്മൾ വാലിഡേഷൻ എറർ രണ്ട് രീതിയിലുള്ള എററുണ്ട്, ട്രെയിനിങ് എററുണ്ട്, വാലിഡേഷൻ എററുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ട്രെയിനിങ് എറർ ഹൈ ആണ്, വാലിഡേഷൻ എററും ഹൈ ആണെങ്കിൽ നമുക്കത് ഹൈ ബയസ്ഡ് ആയിട്ടുള്ള അതുകൊണ്ടായിരിക്കും. ഹൈ ബയസ്ഡ് ആയിട്ടുള്ള വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മോഡലിൻ്റെ കോംപ്ലക്സിറ്റി സൊല്യൂഷൻ എന്ന് വെച്ചാൽ കോംപ്ലക്സിറ്റി ഇൻക്രീസ് ചെയ്യണം. അതുപോലെ ട്രെയിൻ ഫോർ മോർ എപ്പോൾ. അപ്പോൾ അതാണ് ഇതിൻ്റെ രണ്ട് സൊല്യൂഷനുകൾ. ഇനിയിപ്പോൾ ട്രെയിനിങ് എറർ ലോ ആയി, അതുപോലെ തന്നെ വാലിഡേഷൻ എറർ ഹൈ ആയിരിക്കും. അത് ഓവർ ഫിറ്റിംഗ് ആയിട്ടുള്ള ഓവർ ഫിറ്റിംഗ് ആയിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ വേരിയൻസ് ആണ്. അതായത് ട്രെയിനിങ് എറർ ഹൈ, വാലിഡേഷൻ എറർ ആണെങ്കിൽ ഹൈ ബയസ് ആയിരിക്കും. ട്രെയിനിങ് എറർ കുറവ്, വാലിഡേഷൻ എറർ ഹൈ ആണെങ്കിൽ അത് ഹൈ വേരിയൻസ് ആയിരിക്കും. ഹൈ ബയസും ഹൈ വേരിയൻസും ആണ് നോക്കിയത് അണ്ടർ ഫിറ്റിംഗ്, ഓവർ ഫിറ്റിംഗ്. അപ്പോൾ അണ്ടർ ഫിറ്റിങ്ങിനുള്ള സൊല്യൂഷൻ നമ്മൾ പറഞ്ഞു ഇൻക്രീസ് മോഡൽ കോംപ്ലക്സിറ്റി, പിന്നെ ട്രെയിൻ ഫോർ മോർ എപ്പോസ്. അതുപോലെ തന്നെ ഓവർ ഫിറ്റിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ട്രെയിനിങ് ഡാറ്റ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോൾ ആഗ്മെൻറ്റേഷൻ ടെക്നിക്സ് ഉപയോഗിക്കാം നമുക്ക് അതിന് വേണ്ടിയിട്ട്. പിന്നെ റെഗുലറൈസേഷൻ മെത്തേഡ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ എന്താ പറയുക എയർലി സ്റ്റോപ്പിംഗ് എന്ന് പറയും. എയർലി സ്റ്റോപ്പിംഗ് ടെക്നിക്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഓവർ ഫിറ്റിംഗ് കൺട്രോൾ ചെയ്യാം. അപ്പോൾ നമുക്ക് പിന്നെയാണ് നമുക്ക് ഈ ട്രെയിനിങ് എറർ ലോയും വാലിഡേഷൻ എറർ ലോയുമായിട്ട് വരുമ്പോഴാണ് ഒരു പെർഫെക്റ്റ് ട്രേഡ് ഓഫ് ആവുന്നത്.
അത് അപ്പോഴാണ് നമ്മുടെ വർക്ക് പൂർത്തിയാവുന്നത്. അപ്പോൾ ഇതിനാണ് ബയസ് വേരിയൻസ് ട്രേഡ് ഓഫ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഈ സെക്ഷനിൽ എന്താ പറയുക, ഈ പലതരത്തിലുള്ള എററുകൾ, അതുപോലെ തന്നെ അത് പ്രത്യേകിച്ചിട്ടും ഹൈ ബയസ്, ഹൈ വേരിയൻസ് ഇഷ്യൂസുകൾ, പിന്നെ അത് ഓവർകം ചെയ്യാനുള്ള സൊല്യൂഷൻസാണ് നമ്മൾ ഈ സെക്ഷനിൽ പഠിച്ചത്.